ആലങ്കാരികമായി പറഞ്ഞാൽ തന്റെ തിരക്കഥയിൽ പിറന്ന മംഗലശ്ശേരി നീലകണ്ഠനെ പോലെ ഒരു ഫ്യൂഡൽ മാടമ്പിയുടെ ആണഹന്ത പേർന്ന ആൾരൂപമായിരുന്നു എക്കാലവും രഞ്ജിത്ത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ കോഴിക്കോട് മത്സരിക്കുമെന്ന് പറഞ്ഞത് 2021-ൽ. തൊട്ടടുത്ത വർഷം ജനുവരി 7-ന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി രഞ്ജിത്ത് ചുമതലയേറ്റു. കോവിഡ് പ്രതിസന്ധിയിൽ മുടങ്ങിപ്പോയ കേരള രാജ്യാന്തര ചലച്ചിത്രമേള പുനഃസംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു അക്കാദമി പ്രവർത്തനങ്ങളിൽ രഞ്ജിത്ത് സജീവമായത്. പക്ഷേ ആദ്യ ചുവട് തന്നെ പിഴച്ചു. മേളയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ നടി ഭാവനയെ പോരാട്ടത്തിന്റെ പെൺപ്രതീകമെന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആലുവ സബ് ജയിലിൽ കഴിയുന്ന ദിലീപിനെ കാണാൻ പോയ രഞ്ജിത്തിനെ മലയാളി സമൂഹം മറന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോരാട്ടത്തിന്റെ പെൺപ്രതീകമെന്ന രഞ്ജിത്തിന്റെ വിശേഷണത്തെ കാൽപ്പനിക കസർത്തായും ഇരട്ടത്താപ്പായും ബഹുഭൂരിപക്ഷവും വിലയിരുത്തി. പുതിയ കാല പ്രയോഗത്തെ ചേർത്ത് വെച്ച് പറഞ്ഞാൽ ദിവസങ്ങളോളം രഞ്ജിത്ത് എയറിലായി. പക്ഷേ താൻ സൃഷ്ടിച്ച മാടമ്പി നായകന്മാരുടെ ലെവലിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് പോയി പണി നോക്കുന്ന രഞ്ജിത്ത് നിലപാടെടുത്തു. ഇതേ IFFK വേദിയിൽ തന്നെ അടുത്ത വിവാദത്തിനും രഞ്ജിത്ത് വഴിമരുന്നിട്ടു. നൻപകൽ നേരത്ത് മയക്കത്തിന് ടിക്കറ്റ് കിട്ടാതെ വന്നതോടെ പ്രതിഷേധിച്ച ഡെലിഗേറ്റുകളെ രഞ്ജിത്ത് നായ്ക്കളോട് ഉപമിച്ചു. ചലച്ചിത്രമേളയ്ക്കകത്തും പുറത്തും പ്രതിഷേധം കനത്തു. സമാപന വേദിയിൽ രഞ്ജിത്തിനെ ഡെലിഗേറ്റുകൾ കൂവി വരവേറ്റു. തൊട്ടടുത്ത നിമിഷം നീലകണ്ഠനിലേക്കും കാർത്തികേയനിലേക്കും ഇന്ദുചൂടനിലേക്കും രഞ്ജിത്ത് പരകായ പ്രവേശം നടത്തി. കൂവി തോൽപ്പിക്കാമെന്ന് കരുതേണ്ട എന്നായിരുന്നു മറുപടി. ഒരൽപ്പം കൂടി കടത്തി പറഞ്ഞു, താൻ പഴയ SFI കാരനാണ്. തുടങ്ങിയതാണ് ജീവിതം. അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നുമല്ല. അതിനാരും ശ്രമിച്ച് പരാജയപ്പെടുകയും വേണ്ട. അടുത്ത പ്രശ്നം ചലച്ചിത്ര പുരസ്കാര നിർണയത്തിലെ അനധികൃത ഇടപെടലായിരുന്നു. അടുപ്പക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും പുരസ്കാരം നൽകാൻ അക്കാദമി ചെയർമാൻ അനധികൃത ഇടപെടൽ നടത്തിയെന്ന് ആരോപിച്ച് സംവിധായകൻ വിനയൻ രംഗത്തെത്തി. സർക്കാരിനും പരാതി നൽകുകയും ചെയ്തു. കൊള്ളാവുന്ന പണി വേറെ ചെയ്യാനുണ്ടെന്നായിരുന്നു വിവാദങ്ങളോട് രഞ്ജിത്തിന്റെ പ്രതികരണം. അവിടെ കൊണ്ടും തീർന്നില്ല. 2023-ലെ IFFKയിൽ വിദ്വേഷം നുരയുന്ന വാക്കുകൾ കൊണ്ട് രഞ്ജിത്ത് പുതിയ വിവാദത്തിന് വേദിയൊരുക്കി. തിയേറ്ററിൽ ആളുകയറാത്ത സിനിമയെടുക്കുന്ന ഡോക്ടർ ബിജുവിനൊക്കെ എന്ത് റെലവൻസ് എന്ന ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രഞ്ജിത്തിന്റെ അതിരുകടന്ന വിമർശനമായിരുന്നു വിവാദത്തിന് ആധാരം. അദൃശ്യജാലകങ്ങൾ എന്ന ഡോക്ടർ ബിജു ചിത്രത്തിന് തിയേറ്ററിൽ ആളില്ലാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരിഹാസം. രഞ്ജിത്തിനോട് കടുത്ത വിയോജിപ്പ് പ്രകടമാക്കി ഡോക്ടർ ബിജു KSFDC അംഗത്വം രാജിവെച്ചു. പിന്നാലെ ജനറൽ കൗൺസിലിലെ 15 പേരിൽ കുക്കു പരമേശ്വരൻ അടക്കമുള്ള 9 പേർ രഞ്ജിത്തിനെതിരെ സർക്കാരിന് കത്ത് നൽകി. രഞ്ജിത്ത് ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്നായിരുന്നു കത്തിന്റെ കാതൽ. തങ്ങളുടെ അഭിപ്രായം പോലും പരിഗണിക്കുന്നില്ലെന്ന് അംഗങ്ങൾ തുറന്നു പറഞ്ഞു. പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ സർക്കാർ നടപടിയെടുത്തോട്ടെ എന്ന രഞ്ജിത്തിന്റെ പ്രതികരണത്തിൽ ആ വിവാദവും കെട്ടടങ്ങി. പക്ഷേ ഹേമ കമ്മിറ്റി തുറന്നുവിട്ട ഭൂതം രഞ്ജിത്തിനെ അടിമുടി പിടികൂടി. രഞ്ജിത്ത് പോലും മറന്നുപോയ പലതും ഓർമ്മിപ്പിക്കാൻ പലരും രംഗത്തെത്തി. റിപ്പോർട്ട് നൽകിയ ഊർജം ആവാഹിച്ച തുറന്നു പറച്ചിലുകളിൽ മാടമ്പി കഥാപാത്രത്തിന്റെ മുട്ടുവിറച്ചു, കാലിടറി. ഇടതു സഹയാത്രികയായ ബംഗാളി നടിയുടെ ആരോപണത്തിൽ രഞ്ജിത്ത് ആടിയുലഞ്ഞ് നിലം പതിച്ചു. രാജിയല്ലാതെ മറ്റൊരു പോംവഴിയില്ലെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും നിലപാടെടുത്തതോടെ കാലാവധി പൂർത്തിയാക്കാതെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ പടിയിറങ്ങി. താൻ തന്നെ ഒരു കഥാപാത്രമെന്ന് ചിന്തിച്ച് വശം കെട്ട ഒരു മാടമ്പിയുടെ അനിവാര്യമായ പതനം.